നമുക്കിവിടെ ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ തയ്യാറാക്കാം. ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അരിഞ്ഞ് കഴിയുന്ന പിന്നെ ഒരു മിനിറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ അച്ചാർ അത് ഉണ്ടാക്കിയാൽ എടുത്താൽ അപ്പം തന്നെ നമുക്കിത് കൂട്ടാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇപ്പോൾ ഞാൻ ആ മാങ്ങ മുഴുവൻ അരിഞ്ഞ്, ഇത് നമ്മുടെ മാവേലെ മാങ്ങ, ചെറിയ മാങ്ങ, അത് ശരിക്കും മൂത്തതൊന്നുമല്ല. അതിൻ്റെ പുറം നിറച്ച് ഭയങ്കര കറുപ്പായിട്ട് ഇതിൻ്റെ കറ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തൊലി ഇല്ലെങ്കിൽ നമ്മൾ മാങ്ങാച്ചാർ ഇടുമ്പോൾ അത്ര സുഖം വരത്തില്ല. ഇതിപ്പോൾ എളുപ്പത്തിൽ മാങ്ങ അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല. അത് കാരണം നമ്മളങ്ങനെ അരിഞ്ഞെടുത്തു. ഇനി അരിഞ്ഞെടുത്താൽ ഉടൻ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് ഒന്നെങ്കിൽ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഇല്ലെങ്കിൽ എടുത്തൊന്ന് നന്നായിട്ട് കുടയുക. ഇനി നമുക്ക് ഇതിനുള്ള മുളക് ഞാനൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി. ഒരുപാട് എണ്ണയൊന്നുമില്ല, 2 ടേബിൾ സ്പൂൺ എണ്ണയേ ഉള്ളൂ. ഇനി നമുക്ക് ലേശം കടുകിട്ട് പൊട്ടിക്കാം. അതോടൊപ്പം തന്നെ വളരെ കുറച്ച് ഉലുവ. അത് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില. നമുക്ക് കറിവേപ്പില മൂത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് ആ തിളയൊന്ന് നിൽക്കുമ്പം വേണം നമ്മൾ എന്തേലും മാങ്ങ അരിഞ്ഞിട്ടുണ്ടോ അതിലേക്കുള്ള മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഒന്നിച്ച് നമുക്കിതിലേക്ക് ഇടാം. ഒരുപാട് ചൂടായിട്ടിരിക്കുന്ന ചട്ടിയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂട് മാത്രം മതി, തീ കത്തിക്കരുത്, കരിഞ്ഞു പോകും. നമ്മുടെ മസാല മൂത്തു. ഈ മൂത്ത മസാല നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് ചേർക്കാം. നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മാങ്ങയുടെ പുളി ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ മാങ്ങയ്ക്കൊരു നനവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ മൂപ്പിച്ച് മസാല ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. ഇങ്ങനെ ഇളക്കി ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്ക് ഈ മുളകും ഉപ്പും മാങ്ങയുടെ പുളി എല്ലാം കൂടി ഇറങ്ങി നല്ലൊരു അടിപൊളി അച്ചാറായിട്ടിത് മാറും. കായപ്പൊടി ചേർക്കാൻ മറക്കരുത്. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് കായപ്പൊടി ഇല്ലെങ്കിൽ മുളക് പൊടി മൂപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ, പച്ചക്കായമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം അതിലേക്ക് അങ്ങ് ഇടുക. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ ഈ സ്പൂൺ കൊണ്ടൊന്ന് കുത്തി ഉടച്ചാൽ മാത്രം മതിയാവും. അതുകൊണ്ടല്ലേ നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ തയ്യാറായി കഴിഞ്ഞു. വിതിൻ 5 മിനിറ്റ്സിനുള്ളിൽ നമുക്കിതെല്ലാം ശരിയാക്കാനായിട്ട് പറ്റും.
കാരണം നമ്മൾ അരിയുന്നതാണെങ്കിലും പൂളിയിട്ടല്ല അരിയുന്നത്, കൊത്തി കൊത്തി അങ്ങ് അരിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് അരിഞ്ഞ് ഇടാനുള്ളതേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ മാങ്ങ ഉണ്ടാവണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മാവയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് ഇടുക ചെയ്യുന്നത്. ഇതിപ്പം ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ തന്നെ നമുക്കിത് കൂട്ടാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൺ.